ചിമ്മിനി ഉൾക്കാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ദാരുണമായി മരിച്ച ഫോറസ്റ്റ് വാച്ചർ കുമാറിന് കണ്ണീർ നിറഞ്ഞ വിട. സ്വന്തം നാടായ എച്ചിപ്പാറ ഉന്നതിയിലെ മലയൻ വീട്ടിൽ കുമാറിന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ ഗ്രാമം മുഴുവൻ ദുഃഖത്തിന്റെ നിശബ്ദതയിലായിരുന്നു. കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും കരച്ചിൽ ആ നിമിഷത്തെ കൂടുതൽ വേദനാജനകമാക്കി. സഹപ്രവർത്തകരുടെ ഗാർഡ് ഓഫ് ഓണറോടെയാണ് കുമാറിന് അവസാന യാത്രയയപ്പ് നൽകിയത്. വ്യാഴാഴ്ച ഫയർലൈൻ ജോലിക്കിടെയായിരുന്നു ദുരന്തം. ഉൾക്കാട്ടിലേക്ക് പോയ സംഘത്തിൽ ഉണ്ടായിരുന്ന കുമാറിനെ കാട്ടാന ആക്രമിച്ച് ചവിട്ടിക്കൊല്ലുകയായിരുന്നു. കാടിനെ സ്നേഹിച്ചും അതിന്റെ വഴികൾ അറിയിച്ചും വർഷങ്ങളായി വനം വകുപ്പിൽ താൽക്കാലിക വാച്ചറായി ആത്മാർത്ഥതയോടെ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു കുമാർ. അടുത്ത മാസം ജോലി സ്ഥിരമാകാനിരിക്കെ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന കുമാറിന്റെ അപ്രതീക്ഷിത വിയോഗം എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി. എച്ചിപ്പാറ ആദിവാസി ഉന്നതിയിലെ ചെറിയ വീട്ടിൽ അമ്മയോടും 2 സഹോദരിമാരോടുമൊപ്പമായിരുന്നു കുമാറിന്റെ താമസം. പിതാവും സഹോദരനും നേരത്തെ മരിച്ചതിനാൽ ഈ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്തിരുന്നത് കുമാറായിരുന്നു. അതിനിടയിലാണ് കാട്ടിലെ കർത്തവ്യത്തിനിടെ ജീവൻ നഷ്ടമായത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന 10 ലക്ഷം രൂപയുടെ സഹായധനം ലഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെ കുടുംബത്തിന്റെ ദുരവസ്ഥ കണക്കിലെടുത്ത് വനം വകുപ്പ് അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ നൽകുമെന്ന് PG വൈൽഡ് ലൈഫ് വാർഡൻ MK രഞ്ജിത്ത് അറിയിച്ചു. FDA ഫണ്ടിൽ നിന്നുമാണ് ധനസഹായം നൽകുന്നത്. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവർക്കാണ് സർക്കാർ സഹായം. എന്നാൽ ഫയർലൈൻ അളവെടുപ്പ് ജോലിക്കായി ഉൾക്കാട്ടിലേക്ക് 6 കിലോമീറ്ററോളം നടന്നുപോയ സംഘത്തിലായിരുന്നു കുമാർ. കുമാറിനെ അവസാനമായി കാണാൻ വൻ ജനാവലിയാണ് ഒഴുകിയെത്തിയത്. ചലച്ചിത്ര താരം ദേവൻ, DFO MK രഞ്ജിത്ത്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മുഹമ്മദ് റാഫി, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ പ്രമോദ് കുമാർ, മുഹമ്മദ് ഷെരീഫ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. കാടിനെ കാത്തു സൂക്ഷിക്കാനിറങ്ങിയ ഒരാളുടെ ജീവൻ കാട്ടിനകത്ത് തന്നെ നഷ്ടമായ വേദനയോടെ കണ്ണീരോടെയാണ് കുമാറിനെ നാട് വിട ചൊല്ലിയത്.